CPM ഇപ്പോഴും അങ്ങോട്ട് തുറന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല വോട്ട് ചോർച്ച സംഭവിച്ചു എന്നുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് ചോർച്ച ഉണ്ടായി എന്നവർക്ക് അറിയാം. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളത്. അത് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കൂടുതലായിട്ട് തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തിയിരിക്കുന്നതും വെള്ളാപ്പള്ളിയെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ തന്നെ കയറ്റിക്കൊണ്ടുപോകുന്നതും എല്ലാം ഇതിനു വേണ്ടി തന്നെയാണ്. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ഈഴവ സമുദായം മുഴുവൻ അങ്ങോട്ടേക്ക് ചേർന്ന് നിൽക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പഴയ കാലത്തെ പോലൊന്നും ഈ സാമുദായിക നേതാക്കന്മാർ പറയുന്നതനുസരിച്ചൊന്നും താഴെ തട്ടിലുള്ളവർ നിൽക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് CPMന് ഇനി എപ്പോഴാണ് ഈ കണ്ണ് തെളിയുക? ഉദാഹരണത്തിന് ഇപ്പോൾ ജനതാദളിൻ്റെ ശ്രേയംസ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടുണ്ടെന്ന്. അവരുടെ പ്രബല ഘടകകക്ഷിയാണ്, അത് സമഗ്ര പരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് പറയുകയാണ്. പക്ഷേ ഗോവിന്ദമാഷ് പറയുന്നത് എന്താ? വരട്ടുവാദ സിദ്ധാന്തങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ ചോർന്നിട്ടില്ല, ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഫ്രണ്ട് എന്നുള്ള സംവിധാനത്തിൽ ചോർന്നിരിക്കുന്നു. എങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റിൻ്റെ ഇത് വരുന്നു. ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഫ്രണ്ട് എന്നുള്ള മുന്നണിയിൽ നിന്നിട്ട് ജനതാദളും കേരള കോൺഗ്രസും കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ അടുത്ത് ആത്മാർത്ഥമായ രീതിയിൽ CPMകാർ പ്രവർത്തിക്കാൻ നിന്നില്ല. അപ്പോൾ ഗോവിന്ദമാഷ് പറയണതിൽ ന്യായമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ഘടകകക്ഷികളിൽ നിന്ന് തിരുവനന്തപുരത്ത് തന്നെ നോക്കാം, ഘടകകക്ഷിക്ക് പല സീറ്റുകളിലും വിജയിച്ചിട്ടില്ല. അപ്പോൾ അവരവർ തനിപ്പിടിയായിട്ടുള്ള അവിടെ മുന്നണി സംവിധാനത്തിൽ വിള്ളൽ വന്നിട്ടുണ്ട്. CPM ജയിക്കണം, CPI അവരുടെ കാര്യം നോക്കിട്ട്, ജനതാദൾ അവരുടെ കാര്യം നോക്കിട്ട്, ഇങ്ങനത്തെ ഒരു ചിന്ത വന്നോന്നുള്ളത് കൊണ്ടാണ് ജനതാദളിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ശ്രേയംസ് കുമാർ ഇത്തരത്തിലൊരു അഭിപ്രായം പറയുവാനുള്ള കാരണം. അപ്പോൾ അത് അദ്ദേഹം ശ്രേയംസ് കുമാർ പറഞ്ഞത് വളരെ രാഷ്ട്രീയ വിശകലനം ചെയ്തതുകൊണ്ടും വോട്ടിൻ്റെ റിപ്പോർട്ടുകൾ കൊണ്ടുമാണ് അദ്ദേഹം ചർച്ച ചെയ്ത് പറഞ്ഞത്. ഇടതു മുന്നണിക്ക് വോട്ട് ചോർന്നിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കുവാൻ ഇടതു മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറല്ല. ഒരിക്കലും അവർ സത്യസന്ധത തുറന്നു കാട്ടി പറയുകയില്ല. അവരുടെ വികലമായ നയങ്ങളും കുറേ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും വരട്ടുവാദ സിദ്ധാന്തമായിട്ട് അവർ പോകും. അപ്പോൾ ശ്രേയംസ് കുമാർ പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും പറയുന്നു മൂന്നാം ഊഴവും ലെഫ്റ്റ് വരുമെന്ന്. ലെഫ്റ്റ് വീണ്ടും ഒരു ചാൻസ് കൂടി അവർ വരും, തുടർഭരണം ഉണ്ടാകും. പക്ഷേ ഘടകകക്ഷികൾക്ക് വിശ്വാസമില്ല. അത് എവിടത്തെ ന്യായമാണ്? ഘടകകക്ഷികളെ കൂട്ടായിട്ട് എടുത്തുകൊണ്ട് പോയാൽ മാത്രമല്ലേ ഒരു മുന്നണി സംവിധാനമുള്ളൂ. ഇപ്പോൾ ഈ ഒരു ചർച്ച വന്നപ്പോൾ മുന്നണി സംവിധാനത്തിനുള്ളിൽ ചർച്ചകൾ തുടങ്ങി. അടുത്ത ഗവൺമെൻറ് വരുമോ ഇല്ലേ എന്ന് സംശയമാണ്. ഇവിടുത്തെ പ്രസക്തി BJPക്കാണ്. കോൺഗ്രസിനകത്തും തർക്കമാണ്. മുഖ്യമന്ത്രി അവരുടെ സ്ഥിരം സീറ്റുകൾ പോരാതെ കൂടുതൽ സീറ്റുകൾ കൊടുക്കേണ്ടി വരുമെന്ന് UDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ മന്ത്രിസ്ഥാനം 5ാം മന്ത്രിയും ചോദിക്കും, ഡെപ്യൂട്ടി സ്പീക്കറും ചോദിക്കും. കാരണം അവർക്ക് കിട്ടുമെന്ന് ശബരിമല പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ജനാധിപത്യ വിധിയിൽ കുറച്ച് വോട്ട് അവർക്ക് കൂടിയതുകൊണ്ട് ഉറപ്പായിട്ടും 2026 UDF വരുമെന്ന് സങ്കല്പിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് പാണക്കാട് തങ്ങൾ പറയുന്നത് അതെല്ലാം മുന്നണി മര്യാദകളിൽ നമ്മളിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കും. അപ്പോൾ മുന്നണി സംവിധാനം മര്യാദയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ല എങ്കിൽ മുസ്ലിം ലീഗിന് കിട്ടുന്ന MLAമാർ കൊണ്ട് ഇടതുപക്ഷത്തിൽ വന്ന് വീണ്ടും മൂന്നാമത് അവർ തന്നെ ഭരിക്കുമെന്നൊരു ചിന്ത CPM പറയുന്നത്. നമ്മളത് കൂലങ്കുഷമായ രീതിയിൽ രാഷ്ട്രീയ വിശകലനം ചെയ്യുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ ശ്രേയംസ് കുമാർ ഇപ്പോൾ പറയുന്നുണ്ട് വോട്ട് ചോർച്ചയാണ്. ശ്രേയംസ് കുമാർ അവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ തീർച്ചപ്പെടുത്തിയിട്ടില്ലെന്നുള്ളത് LDFിൽ. അതെ, അദ്ദേഹത്തിന് ചെറിയ ചാഞ്ചാട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം ഏത് ഗവൺമെൻറ് വരണോ അവർക്ക് അധികാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീരേന്ദ്രകുമാർ സാർ ഇരുന്നപ്പോഴും അതാണ്. UDFിലും കുറേ കാലം ഉണ്ടായിരുന്നു, LDFിലും കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന വിഷയമെന്ന് പറയുന്നത്
കറക്റ്റ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും അവരുടെ മണ്ഡലങ്ങളെല്ലാം വർഗീയപരമായ ജാതി മതം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇതാണ് പറയുന്നത്. ഇവിടെ വർഗീയം കളിക്കുന്നത് LDFും UDFുമാണ്. ഇപ്പോൾ ഉദാഹരണം KM ഷാജി പറഞ്ഞു, മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത് മുസ്ലിം ലീഗിന് വേണ്ടിയാണ്, മുസ്ലിം മതത്തിന് വേണ്ടിയാണ്. അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ടും ക്രിസ്ത്യാനികളുടെ വോട്ടും അവർ പല കുറ്റിപ്പുറത്തും പൊന്നാനിയിലും താനൂരും കൊണ്ടോട്ടിയിലും കരസ്ഥമാക്കുന്നില്ലേ? അപ്പോൾ അത് മതേതരത്വത്തിന് വിള്ളലല്ലേ? അവരുടെ വാക്ക്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്ക് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവർ ജനാധിപത്യ പ്രക്രിയയിൽ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി BJP എന്ന് പറയുമ്പോൾ BJPക്കകത്ത് ഹിന്ദു എന്നൊരു വാക്ക് വരുന്നില്ല. അതെ, ഇവർ പ്രസംഗിക്കുന്നതെല്ലാം ഹിന്ദു വർഗീയവാദി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് എൻഡോഗ്രൽ ഹ്യൂമണിസം, ഏകാത്മ മാനവവാദം. ഇന്ത്യയുടെ ജനങ്ങൾ ഏകതയിലും ഐക്യത്തിലും നാനാത്വത്തിൽ ഏകത്വത്തിലും പോകണമെന്നാണ് ജനസംഘ സ്ഥാപക നേതാവായ പണ്ഡിറ്റ് ദീനദയാൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബേസിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഭരണഘടനയുടെ 22ാമത്തെ പേജാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന അന്യോദയ പദ്ധതി. ഇന്ത്യയുടെ എല്ലാ ജനങ്ങൾക്കും ആഹാരം എത്തിക്കണം, അന്നം എത്തിക്കണം. അതിലെവിടെയാണ് ഹിന്ദു വർഗീയത ഇരിക്കുന്നത്? ഹിന്ദു എന്നൊരു വാക്ക് ഈ ആർട്ടിക്കിൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ തത്വസംഹിതയിലില്ല. പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഈക്വലൻ്റായി നിൽക്കുന്നത് കൊണ്ട് ഒരു ഉമ്മാക്കി കാണിക്കണം. ഹിന്ദു RSSൻ്റെ പിന്തുണയോടെ അവർ വന്നാൽ നിങ്ങൾക്കിവിടെ വെക്കുകയില്ല. ഷാജി പറഞ്ഞപ്പോൾ തെറ്റില്ല. KM ഷാജി പറഞ്ഞപ്പോൾ ആരും അസംബ്ലിയിൽ മിണ്ടുന്നില്ല. വർഗീയം പറഞ്ഞ് ശരി, ഒരു കേസും എടുത്തിട്ടില്ല. അതേസമയം അത് രാജീവ് ചന്ദ്രശേഖർജിയോ ശോഭാ സുരേന്ദ്രനോ MD രമേശോ പ്രസംഗിക്കുകയാണെങ്കിലോ ഉടനെ മതങ്ങളെ ചീറ്റി പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് പോവും. ഇതാണ് കേരളത്തിൻ്റെ ഇരട്ടത്താപ്പ്. ഇത് കേരളത്തിലുള്ള പ്രമുഖ വെള്ളാപ്പള്ളി നടേശൻ സാറിനും അറിയാം, പെരുന്നയിലുള്ള NSS സുമാരൻ നായർ സാറിനും അറിയാം. അതുകൊണ്ടാണ് ഒരു പുതിയ രാഷ്ട്രീയ ബാന്ധവം കേരളത്തിൽ വരുമെന്ന് അമിത്ഷായ്ക്കും ആരാധ്യനായ നരേന്ദ്രമോദിക്കും അറിയാം. ഈ ഒരു പുതിയ രാഷ്ട്രീയ ബാന്ധവം കേരളത്തിൽ വന്നാൽ ഈ 75 വർഷത്തെ കേരളത്തിലെ ഈ LDF UDF നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരള സംസ്ഥാനം രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നു ഈ LDFിലുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ പൊതുവെ അതൃപ്തരാണ്. അതെ, CPM പൊതുവെ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ എങ്ങോട്ടേക്കും പോകാൻ തയ്യാറാകത്തില്ല. ജോസ് കെ മാണി വിഭാഗം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി അവർക്ക് കിട്ടിയിട്ടില്ല. അവര് ഒരിക്കലും ഇനി ഇപ്പോൾ LDFിൽ തുടരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പിന്നെ ചെറു കക്ഷികളെ ശ്രേയാംസ് കുമാർ, അതുപോലെ ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കില്ല. അതൊക്കെ CPM അങ്ങ് ഏറ്റെടുക്കും. അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവിന് ഇനി മത്സരിക്കാനുള്ള സാധ്യത ഇല്ല. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തന്നെ തുടരാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോടതി വിധി വന്നത്. കഴിഞ്ഞ 2 തവണയായിട്ട് 2016 19 അദ്ദേഹം 21 അന്നും കേസെടുക്കായിരുന്നതാണ്. മാറ്റിവെച്ച് പോയി. അപ്പോൾ ഈ തൊണ്ടി മുതൽ ശബരിമല പാളി പോലെ തന്നെ തൊണ്ടി മുതൽ കേസും ഈ മുന്നണിക്ക് മോശ പ്രതിച്ഛായ വരുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരാളെയാണോ 2.5 വർഷം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് ജനം ചിന്തിക്കുകയാണ്. അപ്പോൾ ഇത് നിസ്സാരമല്ല. ഒരാൾ ഇന്ത്യ രാജ്യത്തെ ദ്രോഹിക്കുന്ന മയക്കുമരുന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നതിനെ വെട്ടി തയ്യൽക്കടയിൽ കൊടുത്ത് വെട്ടി ചെറുതാക്കി കോടതിക്കകത്തിരുന്ന തൊണ്ടി മുതലെടുത്തെന്ന് കോടതി സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ പ്രത്യാഘാതം സാധാരണ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി രൂപ വരുന്ന ശബരിമലയുടെ സ്വർണം കംപ്ലീറ്റ് അടിച്ചു മാറ്റി. ഈ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുമ്പോഴേ സ്വർണ്ണ മുന്നണിയാണ്. അപ്പോൾ വോട്ട് ചോർച്ച ഇല്ല എന്ന് പറയുമ്പോഴും ഇവർക്ക് ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാരം. അത് ഒന്ന്. 2, പലരും പ്രസംഗിക്കുമ്പം കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റും അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പും പിണറായിക്ക് സപ്പോർട്ടാണ്.
ഒരിക്കലും അല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ വരുമ്പോൾ അവർ പറയുന്ന ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കുവാൻ വീണ്ടും BJP ഉറപ്പ് കൊടുത്തതുകൊണ്ടായിരിക്കും പിണറായി പറയുന്നത് വീണ്ടും പിണറായി വരുമെന്ന്. കേസുകളുണ്ട് എങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോ അമിത്ഷാ സംരക്ഷിക്കില്ല. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ നേതാക്കളെ പ്രസംഗിച്ച് നടക്കുന്നു. ഒരിക്കലും അത് ശരിയല്ല. ജനാധിപത്യ പ്രക്രിയ എങ്കിൽ പിന്നെ കർണാടകത്തിൽ കോൺഗ്രസ് അല്ലേ, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് തെറ്റ് ചെയ്തു, മുന്നണിയുടെ കൂടെ വരാമെന്ന് ഷിബു സോറൻ്റെ മകൻ സോറൻ പറഞ്ഞിട്ട് മുന്നണിയിൽ എടുത്തിട്ടില്ല. അദ്ദേഹം കൽക്കരി കുംഭകോണം അവിടെ ഉത്തരാഖണ്ഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഴിമതിക്കാരെ BJP സംരക്ഷിക്കില്ല. കാരണം ഒരു എണ്ണയിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 19 കണ്ണിനകത്ത് മഷിയിട്ട് കലക്കി നടന്നു BJPയുടെ ഒരു മന്ത്രിയുടെ പേരിൽ അഴിമതി ഉണ്ടാകും. ഈ 2 ടേമിലും ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെയോ സഹമന്ത്രിയുടെയോ പേരിൽ അഴിമതി ആരോപണം കണ്ടുപിടിക്കുവാൻ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ട്. അവർ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു, മറ്റു രീതിയിലുള്ള കുളത്തിൽ ചാടുന്നു, മീൻ പിടിക്കുന്നു, കടലിൽ ചാടുന്നു. ബീഹാറിൽ പോയി. ഇപ്പോൾ ബീഹാറിൽ പോയപ്പോഴെന്താ പണി വന്നത്? അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് അത്രയും ബംഗ്ലാദേശ് വോട്ടും തീവ്രവാദികളായ വോട്ടുകളുമാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മീറ്റിംഗ് നടന്നു. ഇവിടെ 25 ലക്ഷം വോട്ടർ പട്ടികയിരുന്ന് ഔട്ടായെന്ന് പറയുന്നു. അതത്രയും മറുനാടൻ തൊഴിലാളികളിലൂടെ വരുന്നവരായിരിക്കാം വോട്ട് കൂടുതലും. ഇവിടെയുള്ള വോട്ട് ഇലക്ഷൻ സംവിധാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സുകൾ കൊടുത്ത് നമ്മുടെ അച്ഛനമ്മമാർ ആരാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്. അല്ലാതെ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ മറ്റു സംസ്ഥാനത്തു നിന്നോ വന്നവരല്ല. അപ്പോൾ സുതാര്യമായ ഈ ഇലക്ഷൻ പ്രൊസീജിയർ ജനാധിപത്യത്തിൽ നല്ലതാണ്. കള്ള വോട്ടുകൾ ഇപ്പം എൻ്റെ സ്ഥലത്ത് എൻ്റെ വാടക വീട്ടിൽ വേറെ ആ വാടക പാർട്ടി ഞാൻ കൊടുത്തിരുന്ന വീട്ടിലെ ആളല്ലാതെ വേറെ വോട്ട് ചേർത്തിക്കുന്നു കഴക്കൂട്ടം മണ്ഡലത്തിൽ ആക്കുളം മാർഗിൽ. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ ജനാധിപത്യ പ്രക്രിയ നല്ലതായി വരണം. അത് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുവാൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് കൂട്ടുനിൽക്കുകയില്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഈ 2 മുന്നണികളും കേരളത്തിന് ദോഷമാണ്. അല്ലെങ്കിൽ കേരളം കരണ്ട് വീണ്ടും ഇരിക്കും. അടുത്ത് മുന്നണി സംവിധാനങ്ങളിലുള്ള ചെറിയ കക്ഷികളും സമുദായ സംഘടനകളുടെ പിൻബലവും കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും. അതുകൊണ്ടാണ് 36 മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.